മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ചില വാചകങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. തൻ്റെ മകനായ പൃഥ്വിരാജ് സുകുമാരനെതിരെ വല്ലാത്ത ആക്രമണങ്ങൾ നടക്കുകയാണ് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന പരാതി. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ ഇക്കാര്യം പറയുന്നത്. മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മല്ലിക സുകുമാരൻ ആദ്യം പറയുന്നത് പൃഥ്വിരാജ് സുകുമാരനെതിരെ സൈബർ അറ്റാക്ക് വല്ലാത്ത രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വിലായത് ബുദ്ധി സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈബർ അറ്റാക്കിങ്ങിൽ പൃഥ്വിരാജിനെ എന്തിനാണ് ക്രൂശിക്കുന്നത് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. അത് പൃഥ്വിരാജിൻ്റെ സിനിമയല്ല, പൃഥ്വിരാജ് അല്ല ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്, പൃഥ്വിരാജ് അല്ല ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് നായകൻ മാത്രമാകുന്ന വിലായത് ബുദ്ധയ്ക്ക് നേരെ എന്തിനാണ് പൃഥ്വിരാജിനെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ്റെ ചോദ്യം. ഏറ്റവും പ്രധാനമായി മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിമർശനവും കൂടിയുണ്ട്. അത് മല്ലിക സുകുമാരൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ? മല്ലിക സുകുമാരൻ പറയുന്നത് ഇത് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതല്ല, ഇൻഡസ്ട്രിക്കുള്ളിലാണ് പൃഥ്വിരാജിന് നേരെ ഒളിയമ്പുകൾ വീശുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊരു ഗുരുതര ആരോപണമാണത്! അതായത് മലയാള സിനിമാ മേഖലയിലുള്ളിൽ തന്നെ പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടാത്ത, പൃഥ്വിരാജിനെ വെറുക്കുന്ന, പൃഥ്വിരാജിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ്റെ ആരോപണം. പക്ഷേ അതിനൊന്നും നേരെ ഒരു സംഘടന പോലും വിരൽ ചൂണ്ടുന്നില്ല എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ്റെ പരാതി. പൃഥ്വിരാജ് അമ്മ സംഘടനയിലെ ഒരു അംഗമാണ്. പൃഥ്വിരാജ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു പ്രോജക്റ്റിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആ പൃഥ്വിരാജിനെ സംരക്ഷിക്കാനോ കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ പൃഥ്വിരാജിന് നേരെ ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിക്കുമ്പോൾ പോലും അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ചോദിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇന്നത്തെ സംഘടനകൾക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അതായത് ഇതൊന്നും കൊണ്ട് പൃഥ്വിരാജിനെ തളർത്താൻ സാധിക്കില്ല, പൃഥ്വി മുന്നോട്ട് തന്നെ പോകുമെന്ന് മല്ലിക സുകുമാരൻ ഇങ്ങനെ പറയുമ്പോൾ പോലും പൃഥ്വിക്കെതിരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മല്ലിക സുകുമാരൻ്റെ വാക്കുകൾ. ഇപ്പോൾ പൃഥ്വിയുടെ ഒരു സിനിമ വരുമ്പോൾ പ്ലാൻഡ് ആയിട്ടൊരു അറ്റാക്ക് സംഭവിക്കുന്നു, പൃഥ്വിയുടേതായ സിനിമ അല്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് സംസാരം നടക്കുന്നു. മാത്രമല്ല മല്ലിക സുകുമാരൻ ഒരു ഓൺലൈൻ മീഡിയയും കൂടെ കുറ്റം പറയുന്നുണ്ട്. മല്ലിക സുകുമാരൻ പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയ ചർച്ചക്കടിക്കുന്നത് വിലായത് ബുദ്ധ എന്ന പേരിലാണ് കണ്ടന്റ്, പക്ഷെ അവർ സംസാരിക്കുന്നതൊക്കെ എമ്പുരാനെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് സംസാരം. അതായത് മാത്രമല്ല മല്ലിക സുകുമാരൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു. വിലായത് ബുദ്ധയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഷമ്മി തിലകൻ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് റീഷെയർ ചെയ്തുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് മല്ലിക സുകുമാരൻ പറയാൻ വെക്കുന്നത് പൃഥ്വിരാജ് പോലൊരു താരം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്നു, അതോടൊപ്പം തന്നെ തിലകൻ എന്ന നടനെ ഇവിടെ വിലക്കിയിരുന്നതാണ്. മലയാള സിനിമയിൽ വിലക്കിയിരുന്ന ഒരു താരമായ തിലകൻ്റെ മകൻ ഷമ്മി തിലകൻ ഈ സിനിമയിലും കൂടി അഭിനയിക്കുന്നത് കൊണ്ട് അതിൻ്റെ വെറുപ്പ് കൂടി പൃഥ്വിരാജിന് കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ്. അതായത് ഷമ്മി തിലകൻ അതിഗംഭീരമായി അഭിനയിക്കുന്നു, ഷമ്മി തിലകൻ പൃഥ്വിരാജിനെയും കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നു. മല്ലിക സുകുമാരനും അത് തന്നെയാണ് കോട്ട് ചെയ്തത്. അതായത് ഷമ്മി തിലകനെ വീണ്ടും ഈ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു, ഇത്രയും നിർണായകമായ ഒരു റോള് കൊടുക്കുന്നു, അത് കൊടുത്തത് പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ്. അതായത് ഷമ്മി തിലകൻ തന്നെ പറയുന്നൊരു കാര്യം, ഓപ്പോസിറ്റ് പൃഥ്വിരാജ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ പൃഥ്വി വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് തനിക്കും ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ സാധിച്ചതെന്ന് ഷമ്മി തിലകൻ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു. വിലായത് ബുദ്ധയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ അവിടെ നിന്നുകൊണ്ടാണ് അമ്മയായ മല്ലിക സുകുമാരൻ വീണ്ടും തൻ്റെ മകനായ പൃഥ്വിരാജ് സുകുമാരനെ സംരക്ഷിക്കാനും ഈ നടക്കുന്ന വേട്ടയാടലുകൾക്കെതിരെ തുറന്നു പറയാനും ഒരു ഷീൽഡ് പോലെ വീണ്ടും മല്ലിക സുകുമാരൻ രംഗത്തെത്തുന്നത്. മല്ലിക സുകുമാരൻ പൃഥ്വിരാജിന് വേണ്ടി സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ല. മല്ലിക സുകുമാരൻ തന്നെ പറയുന്നത് ഞാൻ അവൻ്റെ അമ്മയാണ്, ഞാൻ സംസാരിക്കും, ഞാൻ മുന്നിട്ട് നിൽക്കും, മാത്രമല്ല ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ളൊരു വ്യക്തി കൂടിയാണ് എന്നതും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഈ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, ഞാൻ ഈ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ പേരിൽ സംഘടനയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ, വേണ്ട, വിട്ടേക്ക് എന്നുള്ളതാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ഈ മല്ലിക സുകുമാരനെയാണ് ലൂസ് ടോക്കർ എന്ന് കുക്കു പരമേശ്വരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്നതും കൂടി ഓർക്കുക. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പല കാര്യങ്ങളും തുറന്നു പറയുക, ഇതൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇതുപോലെ സംസാരിക്കുകയും ചെയ്യുന്ന മല്ലിക സുകുമാരനെയാണ് ലൂസ് ടോക്കർ എന്ന് കുക്കു പരമേശ്വരൻ പണ്ട് പറഞ്ഞതായിട്ടും കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് തൻ്റെ മകന് നേരെ ഒരു സൈബർ ആക്രമണം വരുമ്പോൾ തൻ്റെ അമ്മ മകൻ ബന്ധത്തെക്കാളുപരി ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ മല്ലിക സുകുമാരൻ പ്രതികരിക്കുന്നു. അതിനെ ലൂസ് ടോക്കേഴ്സ് എന്ന് പോലും പലരും വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ പൃഥ്വിരാജിനെതിരെയായ ഈ വേട്ടയാടൽ മല്ലിക സുകുമാരൻ ഒരു തരത്തിലും
സഹിക്കുന്നില്ല എന്നതിനേക്കാൾ ഉപരി അത് കൃത്യമായ രീതിയിൽ ശക്തമായ രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നു, പ്രതികരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പൃഥ്വിരാജ് സുകുമാരൻ നമ്മൾ ജനങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മലയാള സിനിമാ മേഖലയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ നൽകുന്ന, മലയാള സിനിമാ മേഖലയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ബോളിവുഡിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ ഇൻഡസ്ട്രികളിൽ ഉൾപ്പെടെ തന്നെ വെട്ടിത്തിളങ്ങുന്ന താരം. ഇപ്പോൾ രാജമൗലി പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്നു, ബോളിവുഡിൽ കരൺ ജോഹറിൻ്റെ പ്രൊഡക്ഷനിൽ അഭിനയിക്കുന്നു. അങ്ങനെ ഒരു മലയാളി നടൻ എത്തിപ്പെടാൻ പണ്ടൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഹൈറ്റുകളിലേക്ക് പൃഥ്വിരാജ് സുകുമാരൻ മാറുകയാണ്. പൃഥ്വിരാജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ്റെ എടുക്കുന്ന സിനിമകൾ, ഇതെല്ലാം തന്നെ പൃഥ്വിരാജ് എന്ന നടനെ ഇല്ലാത്തൊരു രീതിയിലൊരു ബെൽറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു സൗഹൃദം ഉണ്ടാക്കുന്നു എന്നൊക്കെ നമുക്ക് വിളിക്കാം. അങ്ങനെ പ്രേക്ഷകർക്കിടയിൽ പൃഥ്വിരാജ് സുകുമാരൻ ഒരു വലിയ ഹീറോയിക് മെറ്റീരിയൽ തന്നെയാണ്, മലയാള സിനിമയെ വളർത്തിക്കൊണ്ടു പോകുന്നൊരു ഹീറോയിക് മെറ്റീരിയൽ. പക്ഷേ ഇൻഡസ്ട്രിക്കുള്ളിൽ പൃഥ്വിരാജ് സുകുമാരൻ ശത്രുത ഉണ്ടാക്കുന്നൊരു വ്യക്തിയാണെന്നും കൂടിയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന് ഇത്രയും ഹേറ്റഡ് സംഭവിക്കുന്നതെന്നും കൂടി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ് മല്ലിക സുകുമാരൻ. പക്ഷേ ഇത് സംഘടനയിലുള്ളവർ ആരും ഒരു തരത്തിലും സംസാരിക്കുന്നില്ല. സംഘടനയിലുള്ളവർക്ക് വന്ന് ചോദിച്ചൂടെ, എന്തിനാണ് ഈ നടനെതിരെ ഇത്രയും അധികം അറ്റാക്കുകൾ നടക്കുന്നതെന്ന് സംഘടനയിലുള്ള ആർക്കെങ്കിലും വന്ന് ചോദിക്കാമല്ലോ എന്ന് മല്ലിക സുകുമാരൻ ചോദിക്കുകയാണ്. അതായത് സംഘടനയിലുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള പ്രതികരണം നടത്തുന്നില്ല എന്നതും കൂടിയുള്ള നീരസം മല്ലിക സുകുമാരൻ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിൽക്കുമ്പോഴാണ് എമ്പുരാൻ വിവാദത്തെക്കുറിച്ച് മാത്രമായി എപ്പോഴും സംസാരിക്കുക, അതിലൂടെ പൃഥ്വിരാജിനെ വേട്ടയാടുക, ഇതൊന്നും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം മല്ലിക സുകുമാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.